കേരളത്തിന്റെ ക്രിക്കറ്റ് മൈതാനങ്ങളിൽ നിന്ന് മറ്റൊരു യുവ പ്രതിഭ കൂടി ഇന്ത്യൻ ജേഴ്സിയിലേക്ക്. ശ്രീലങ്കയ്ക്കെതിരെയുള്ള വരാനിരിക്കുന്ന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ അണ്ടർ-19 മൾട്ടി ഡേ ടീമിലേക്കാണ് മലയാളി താരം മാനവ് കൃഷ്ണ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. വെടിക്കെട്ട് ബാറ്റിംഗ് ശൈലി കൊണ്ട് ശ്രദ്ധേയനായ മാനവ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായാണ് ടീമിലിടം പിടിച്ചിരിക്കുന്നത്. പ്രശസ്ത ക്രിക്കറ്റ് പരിശീലകൻ ഷൈനിന്റെ കീഴിലുള്ള തിരുവനന്തപുരത്തെ ഷൈൻസ് ക്രിക്കറ്റ് അക്കാദമിയിലൂടെയാണ് മാനവ് തന്റെ കരിയർ കെട്ടിപ്പടുത്തത്. 13-ാം വയസ്സിൽ ഷൈന്റെ കീഴിൽ കഠിനമായ പരിശീലനം ആരംഭിച്ച ഈ യുവതാരം അക്കാദമിയുടെ മികച്ച പിന്തുണയോടെയാണ് അണ്ടർ-19 ടീമിന്റെ നായക സ്ഥാനം വരെ ഉയർന്നത്. ഒടുവിൽ കഠിനാധ്വാനത്തിന് പ്രതിഫലമെന്നോണം ഇന്ത്യൻ ജൂനിയർ ടീമിലേക്കുള്ള വിളിയും എത്തിയിരിക്കുകയാണ്. സഞ്ജു വി സാംസണുമായി ഏറെ താരതമ്യം മാനവിനുണ്ട്. ഡൽഹിയിലാണ് കുട്ടിക്കാലത്ത് കളി തുടങ്ങിയത്. സഞ്ജുവിനെ പോലെ 13-ാം വയസ്സിൽ തിരുവനന്തപുരത്ത് പരിശീലനം തുടങ്ങി. അതും ചേട്ടനെ പോലെ വിക്കറ്റ് കീപ്പർ ബാറ്റർ. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി വിനോദ് എസ് കുമാറിന്റെ ശ്രദ്ധയും മാനവിന് തുണയായി. അങ്ങനെയാണ് ചെറുപ്രായത്തിൽ രഞ്ജി ടീമിലെത്തിയത്. ഡൽഹിയിലാണ് മാനവ് കൃഷ്ണ തന്റെ ക്രിക്കറ്റ് ജീവിതത്തിന് തുടക്കമിട്ടതെങ്കിലും പിന്നീട് കേരള ക്രിക്കറ്റിലെ സജീവ സാന്നിധ്യമായി മാറുകയായിരുന്നു. അണ്ടർ-16 ടീമിന്റെ കേരളത്തിനായി പാഴണിഞ്ഞുകൊണ്ടാണ് താരം സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. നിരന്തരമായ മികച്ച പ്രകടനങ്ങളിലൂടെ വളരെ പെട്ടെന്നു തന്നെ കേരളത്തിന്റെ രഞ്ജി ട്രോഫി ടീമിലേക്കും മാനവ് തെരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ ആഭ്യന്തര സീസണിൽ അണ്ടർ-19 തലത്തിൽ മാനവ് നടത്തിയ റൺവേട്ടയാണ് ഇന്ത്യൻ സെലക്ടർമാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. സീസണിലുടനീളം മികച്ച ഫോം നിലനിർത്തിയ താരം അടിച്ചുകൂട്ടിയത് 505 റൺസാണ്. ഈ തകർപ്പൻ പ്രകടനമാണ് താരത്തിന് ബാംഗ്ലൂരിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് വഴി തുറന്നത്. ബാംഗ്ലൂർ NCAയിൽ ലഭിച്ച സുവർണാവസരം മാനവ് കൃഷ്ണ കൃത്യമായി വിനിയോഗിച്ചു. അവിടെ നടന്ന ക്യാമ്പിൽ ദേശീയ കോച്ചുകളുടെയും വിദഗ്ധരുടെയും മുന്നിൽ തകർപ്പൻ പ്രകടനമാണ് താരം പുറത്തെടുത്തത്. മാനവിന്റെ കളി മികവും ബാറ്റിംഗ് വേഗതയും കണ്ട് അവിടുത്തെ പരിശീലകർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയായിരുന്നു. ഈ മികവാണ് ശ്രീലങ്കൻ പര്യടനത്തിനുള്ള മൾട്ടി ഡേ ടീമിലേക്ക് താരത്തിന് നേരിട്ട് പ്രവേശനം നേടിക്കൊടുത്തത്. മുമ്പ് ഷൈനിന്റെ പരിശീലനത്തിൽ വളർന്ന അഭിഷേക് മോഹനും NCAയിൽ എത്തിയിരുന്നു. നിർഭാഗ്യം കൊണ്ട് അന്ന് ഷൈനിന്റെ ശിഷ്യന് ഇന്ത്യൻ ടീമിൽ ഇടം ലഭിച്ചില്ല. ഇന്നിപ്പോൾ മാനവിലൂടെ ഇന്ത്യൻ ജൂനിയർ താരത്തിന്റെ പരിശീലകനാവുകയാണ് ഷൈൻ. ജൂനിയർ പ്രകടനത്തിലൂടെ ക്രിക്കറ്റിന്റെ മുൻനിരയിലേക്ക് എത്തിയ മലയാളി പ്രതിഭകളുടെ നിര നീണ്ടതാണ്. റോഹൻ പ്രേം, റായ്ഫി വിൻസെന്റ് ഗോമസ്, റോഹൻ കുന്നുമൻ, മുഹമ്മദ് ഇനാൻ എന്നിവർക്ക് ശേഷം ഇതാ മാനവ് കൃഷ്ണയും ഇന്ത്യൻ ജൂനിയർ താരമെന്ന ആ അഭിമാന പട്ടികയിലേക്ക് സ്വന്തം പേര് കൂട്ടിച്ചേർത്തിരിക്കുന്നു. കേരള ക്രിക്കറ്റിന്റെ നഴ്സറിയായി ഷൈൻസ് അക്കാദമി മാറുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. BCCI ജൂനിയർ ക്രിക്കറ്റ് കമ്മിറ്റി പുറത്തുവിട്ട വാർത്താക്കുറിപ്പ് പ്രകാരം ജൂൺ 11-നാണ് ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ഇന്ത്യയുടെ അണ്ടർ-19 ടീമുകളെ പ്രഖ്യാപിച്ചത്. 3 ഏകദിന മത്സരങ്ങളും 2 മൾട്ടി ഡേ മത്സരങ്ങളുമാണ് ഈ പര്യടനത്തിൽ ഉള്ളത്. ഇതിൽ യശ് ബർധൻ സിംഗ് ചൗഹാൻ നയിക്കുന്ന മൾട്ടി ഡേ ടീമിലാണ് മാനവ് കൃഷ്ണ ഇടം നേടിയിരിക്കുന്നത്.